ഷിരൂരിലാണ്. കർണാടകയിലെ ഷിരൂരിൽ ഇന്ന് നടത്തിയ തിരച്ചിൽ അർജുന്റെ ലോറിയുടെ കാര്യമായ വസ്തുക്കൾ ഒന്നും കണ്ടെത്താൻ ആയിട്ടില്ല. ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളും ഒരു സ്കൂട്ടറും കണ്ടെത്തി. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മറ്റൊരു ലോറിയുടെ എഞ്ചിനും കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോഴാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവരാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർ. ഇത് ആരും പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ ഇല്ലേനും. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇപ്പം എന്താവുന്നത്. അല്ല, നമ്മളവിടെ 4 കയറുണ്ടല്ലോ, അവിടെ ഒന്ന് പരിശോധിക്കണമല്ലോ. മെയിൻ ആ 4 കയറും കൂടി കൂട്ടി കെട്ടിയതാണ് ഇപ്പം ആ ബോയ. ഈ 4 കയറിന്റെ എഡ്ജ് പിടിച്ച് അടിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കാണാൻ കഴിയുന്നത് കല്ലും മണ്ണുമാണ്. അതിന്റെ അടിയിലേക്ക് കയറുണ്ട്. അപ്പൊ അത് മാന്തണം, മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോറിക്ക് അതെ അങ്ങനെ എത്താൻ പറ്റും. നമ്മുടെ ലോറിയുടെ ഒരു അടയാളം വെള്ള കളർ ഭാരത് ബെൻസ്. അതിന്റെ അടിയിൽ നമ്മൾ പുതുതായിട്ട് പെയിന്റ് ചെയ്ത ബ്ലാക്ക് കളർ പെയിന്റാ. അത് ഇവർക്ക് അടയാളങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതെ നിങ്ങളിപ്പോ കാണുന്ന ഒക്കെ റെഡ് കളർ അല്ലേ? നമ്മളെ വണ്ടിയല്ലല്ലോ. നമ്മളെ വണ്ടി വേഗം ഉണ്ടാകും. നമ്മുടെ വണ്ടിയുടെ കയറും അതുപോലെ തന്നെ തടിക്കഷ്ണവും ആ വാട്ടർ ഒരു വസ്തുവും ഇത്രയും സാധനങ്ങൾ ജാക്കി. പിന്നെ മരങ്ങൾ ഇപ്പോൾ അത് അവിടുന്ന് കിട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ മരങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ട്. മരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മരം ചിലപ്പോൾ ഒഴുകിയിട്ട് അവിടെ പോയി ആയതാണോ എന്നുള്ളത് പറയാൻ പറ്റൂല. പിന്നെ വണ്ടി ഇവിടെ ആണ് ചെക്ക് ചെയ്യേണ്ടത്. വലിയ ദൂരമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും പണി എന്താന്ന് അങ്ങനെ സ്ലോയിലാ പണി നടക്കണം എന്നുള്ള ഒരു ഇത്. നിലവിലൊരു മഴയുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ഇല്ല, ഈ മഴ ഒരു തരത്തിലും ബാധിക്കില്ല. ഗംഗാവലി പുഴയിൽ ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആകെ ലഭിച്ചത് ഒരു എഞ്ചിൻ ഭാഗമാണ്. അത് ഇന്നലെ ലഭിച്ച ആ ലോറിയുടെ ഭാഗങ്ങൾ ലഭിച്ച ആ ലോറിയുടേതാണെന്ന ഒരു സ്ഥിരീകരണമാണ് പിന്നീടുണ്ടായത്. ലോറി ഉടമ മനാഫാണ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത്. ഇത് അർജുന്റെ വാഹനത്തിന്റെ എഞ്ചിനല്ല, മറ്റൊരു വാഹനത്തിന്റെ, അതായത് ഇന്നലെ കണ്ടെത്തിയ ആ ഭാഗങ്ങളായി കണ്ടെത്തിയ ആ വാഹനത്തിന്റെ എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നേരത്തെ റഡാർ പരിശോധനയിലും അതുപോലെ തന്നെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ ആ ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്നത്. പ്രധാനമായും ഈ ഭാഗങ്ങളിലെ മണ്ണാണ് ഇപ്പോൾ നീക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. മണ്ണ് നീക്കിയതിന് ശേഷം ഈ ലോറി ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടോ എന്ന കാര്യം കണ്ടെത്തണം. അതാണ് പ്രധാനമായും ഇപ്പോൾ ഈ ദൌത്യസംഘം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അർജുന്റെ ലോറിക്കരികിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ദൌത്യസംഘം വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ കുടുംബവും ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത്, അതായത് സോണാർ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ വലിയ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ആ പ്രദേശം, അവിടെ ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ഏതായാലും വലിയ തോതിൽ ഈ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഒക്കെ പറയുന്നത്. ദൌത്യ സംഘവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബവും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും നിർണായകമായ ഘട്ടത്തിലേക്ക് ഷിരൂർ ദൌത്യം പോകുന്നു. അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു തീവ്ര ശ്രമമാണ് നടക്കുന്നത്. ഈ ഡ്രഡ്ജർ കമ്പനിയുമായി 3 ദിവസത്തെ കരാറാണ് നിലവിലുള്ളത്. അത് 10 ദിവസം വരെ നീട്ടിയേക്കാം. ഇന്ന് 2ാം ദിനത്തിൽ കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് ഏറെ നിരാശ പകരുന്നുണ്ട്. അപ്പോഴും ഈശ്വർ മൽപ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഇതിന് സമീപത്തായുള്ള പ്രദേശത്ത് കൂടുതൽ ആഴങ്ങളിലെത്തി പരിശോധനാ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും ആ കാര്യമായ വസ്തുക്കൾ ഈശ്വർ മൽപ്പയ്ക്കും ലഭിച്ചിട്ടില്ല. ഒരു തടിക്കഷ്ണം മാത്രമാണ് ഇന്ന് ഈ ലോറിയുടെ അർജുൻ ഉപയോഗിച്ച ലോറിയുടെ ആ വാഹനത്തിലുള്ള തടിക്കഷ്ണം മാത്രമാണ് ഇന്ന് ലഭിച്ചത്. ആ ഭാഗങ്ങളിലും കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് വസ്തുക്കൾ ഈ പുഴയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പയും പറയുന്നത്. വിശദമായ ഒരു തെരച്ചിൽ ഈ ഭാഗത്ത് നടക്കേണ്ടി വരും. ഏതായാലും കാലാവസ്ഥ വലിയ തോതിൽ പ്രതികൂലമല്ല. ചെറിയ മഴ അല്പസമയം മുമ്പ് വരെ ഇന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥ തെരച്ചിലിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ദൌത്യ സംഘം പറയുന്നത്. തിരച്ചിൽ തുടരും. ഇന്ന് 10 മണിക്കൂർ, അതായത് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് തിരച്ചിൽ നടത്തുക. 10 മണിക്കൂർ ഈ തരത്തിൽ നടത്തും. ഇന്ന് 9 മണിയോടുകൂടിയാണ് രാവിലെ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ തന്നെ രാവിലെ തന്നെയാണ് ഇത്തരത്തിലൊരു ടാങ്ക് പോലെ ഒരു വസ്തുവിൽ ഈ ഡ്രഡ്ജറിന്റെ യന്ത്രക്കൈ ഇത്തരത്തിൽ കൊളുത്തുന്ന സംഭവം ഉണ്ടായത്. അതിനുശേഷം അത് പുറത്തേക്ക് എടുക്കുകയും അതൊരു എഞ്ചിനാണെന്നും അത് അർജുന്റെ ലോറിയുടേതല്ലെന്നും സ്ഥിരീകരണം അല്ല എന്ന ഒരു സ്ഥിരീകരണവും വരികയായിരുന്നു. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു. നാളെ കൂടി വളരെ നിർണായകമാണ്. നാളെ
വൈകുന്നേരത്തോടുകൂടി ഈ തെരച്ചിൽ ഇതിന്റെ കാലാവധി തരും. അതിനി നീട്ടി നൽകുമോ, 10 ദിവസത്തേക്ക് തെരച്ചിൽ തുടരുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. നേവി സംഘം ഇന്നില്ല, അതുപോലെ തന്നെ SDRF, NDRFന്റെ സംഘം ഇവിടെയുണ്ട്. പ്രധാനമായും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന ആ പ്രവൃത്തികളാണ് നടക്കുന്നത്. മണ്ണ് നീക്കിയതിനു ശേഷം ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. ആ കൃത്യമായി സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്ത് ലോറിക്കരികിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നത്. കുടുംബവും ആവശ്യപ്പെടുന്നത് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തണമെന്നൊരു അഭ്യർത്ഥന കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ മാനിച്ചാണ്, കുടുംബത്തിന്റെയും കൂടെ ആ ആവശ്യപ്രകാരമാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. വലിയ കേടുപാടുകൾ സംഭവിക്കാതെ ലോറി അവിടെ തന്നെ ഉണ്ടാകും. അതിന്റെ ക്യാബിനിലേക്ക് എത്തിയാൽ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഓരോ നിമിഷവും പല വസ്തുക്കളും ലഭിക്കുന്നുണ്ടെങ്കിലും അർജുന്റെ വാഹനത്തിന്റെ കാര്യമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് നിരാശ പകരുമ്പോഴും പ്രതീക്ഷകൾ ഏറെയാണ്. ഈ പ്രദേശത്ത് ഈ നേവിയുടെ ആ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് ആ തെരച്ചിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടെ ഏത് സമയത്തും ഒരുപക്ഷെ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിച്ചേക്കാം. വെള്ള ഭാരത് ബെൻസ്, ആ ഭാരത് ബെൻസ് ആണ് കണ്ടെത്തേണ്ടത്. ആ അടയാളമൊക്കെ അവർ ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ചുവപ്പ് നിറമുള്ള ആ ടയറും അതുപോലെ തന്നെ എഞ്ചിനുമാണ് ലഭിച്ചത്. അതേതായാലും അർജുന്റേതല്ല. ഒരു വലിയ പ്രതീക്ഷ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് അർജുന്റേതല്ല. കൃത്യമായ മണ്ണ് നീക്കിയതിനു ശേഷം ലോറി കേടുപാട് കൂടാതെ മണ്ണിനിടയിൽ പൂണ്ട് കിടക്കുന്നുണ്ടാവും. അത് ലക്ഷ്മണന്റെ ചായക്കടയാണ്. ആ ചായക്കടയുടെ തൊട്ട് പിറകിലായാണ് ഇപ്പോൾ ആ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കൂടുതൽ ഇത്തരത്തിൽ മണ്ണ് ചെളിയും നീക്കുന്നതോടുകൂടി ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. ആ വെള്ള ഭാരത് ബെൻസിലേക്ക് എത്താൻ സാധിക്കും. ആ ക്യാബിനിലേക്ക് എത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ശിരൂരിൽ ഗംഗാവലിപ്പുഴ, അതിന്റെ നിഗൂഢത, ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ തവണ ആഴങ്ങളിലേക്ക് പോകുമ്പോഴും പല വസ്തുക്കൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്കൂട്ടർ ഇതിനടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് കയർ ഉപയോഗിച്ച് ഈശ്വർ മൽപ്പ അത് കെട്ടിവെച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പുറത്തേക്ക് എടുത്തിട്ടില്ല ഇതുവരെ. അത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. ആ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം വലിയ അപകടമാണ് ഇവിടെ നടന്നതിന്റെ അതിന്റെ ആ സൂചനകളാണ് ഇത് നൽകുന്നത്. എന്തായാലും ഈ മണ്ണിടിച്ചിലിൽ 11 പേരാണ് ഇത്തരത്തിൽ കാണാതായത്. അതിൽ 8 പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ഇനി 3 പേരെ കണ്ടെത്താനുണ്ട്. ലോകേഷിനെയും ജഗന്നാഥിനെയും. അർജുന് പുറമെ കന്നഡികരായ ഇവർ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. ഇവർക്ക് കൂടിയായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. തിരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. നാളെ വൈകിട്ട് വരെ നിർണായകം തന്നെയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ആ തെരച്ചിലിന് നാളെ വൈകിട്ട് വരെ ഇപ്പോൾ കരാറുണ്ട്. അതിനുശേഷം കരാർ നീട്ടി കൊടുക്കുമോ, അതല്ല ഈ ദൗത്യം, ആ 3ാം ഘട്ട ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുമോ എന്ന് നമുക്ക് നാളെ അറിയാം. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്, അവർ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, കുടുംബത്തിന് നൽകിയ ഉറപ്പ് അത് 2 or 3 ദിവസം കൂടി തുടരും എന്ന് തന്നെയാണ്. എന്തായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വൈകിട്ടാണ് വാർത്താ സമ്മേളനം ഉണ്ടാകാറുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ, അതായത് കാർബാർ MLA ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ, AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഏത് സമയത്തും നമുക്ക് ആ പ്രതീക്ഷയുള്ള, നമ്മൾ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആ ആകാംക്ഷ, അത് ഏതായാലും ഇപ്പോഴും പ്രാർത്ഥനയോടെ തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും എന്തായാലും കൈവെക്കാം. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ഷിരൂരിൽ അപകട സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായതായി സംശയിക്കുന്നുവെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ പറഞ്ഞു. ഗംഗാവാലി പുഴയിൽ നിന്ന് ഇന്നലെ ലഭിച്ച ലോറിയുടെ ഭാഗങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും ഈശ്വർ മൽപ്പെ ന്യൂസ് 8 പറയുന്നു. ശിരൂർ ദൌത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈശ്വർ മാൽപ്പയാണ് ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. എന്തായാലും ഇന്നലെ ഈശ്വർ മാൽപ്പെ നടത്തിയ പ്രയത്നം, അത് വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും ഈശ്വർ മാൽപ്പെ രംഗത്തിറങ്ങുന്നുണ്ട്. ഏതായാലും ഈശ്വർ മാൽപ്പയോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്? മാൽപ്പെ, ഇന്നലെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്ന് എന്താണ്, ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത്? നമസ്കാരം, എല്ലാ കേൾക്കാർക്ക് നമസ്കാരം. ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ വെള്ളത്തിലെ പോയിട്ട് ഒരു 10 മണിക്ക് ഇറങ്ങി. 10 മണിക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു നേരത്തെ ഒരു തടി കഷ്ണം കിട്ടി. അത് അക്കേഷിന്റെ ഭാഗം നമുക്ക് കണ്ട്. അതിപ്പോൾ നമ്മ 3 വണ്ടി, ബെഞ്ച് വണ്ടിന്റെ ഒരു തടി ഇപ്പോൾ ഒത്തിരി അവിടെ ഇருக்கு. ഇപ്പം ഞങ്ങൾ അതിന് അന്വേഷിക്കും മുന്നാടി നമ്മളവിടെ അർജുന്റെ ബോഡി, ജഗന്നാഥിന്റെ ബോഡി, പിന്നെ ലൊക്കേഷന്റെ ബോഡി ഞങ്ങൾ തിരച്ചിൽ കൊണ്ടുപോകുന്ന സമയത്തിൽ നമുക്ക് വണ്ടി കിട്ടി. ആ വണ്ടി കിട്ടി, ഒരു വണ്ടി കിട്ടി, പിന്നെ അടുത്ത 2 വണ്ടി കിട്ടി. ഇപ്പോൾ അവിടെ എത്ര വണ്ടിനെ നമുക്കറിയത്തില്ല. ഇപ്പോൾ നാമിപ്പോൾ കാലിലെ പോയിട്ട് ഇപ്പോൾ ആ വെള്ളത്തിലെ തിരക്കുന്ന സമയത്തിൽ വെള്ളത്തിലെ നേരത്തെ ഞങ്ങൾ അർജുൻ്റെ സിലിട്ടൺ നോക്കാൻ പോകും.
അർജുന് പിന്നെ അവർ മൂന്നാളുടെ ഇപ്പൊ 60 ദിവസം ഏത് ആളുടെ മാംസഖണ്ഡങ്ങൾ ഒന്നും ഇരിക്കത്തില്ല മൊത്തം അവിടെ ഇരിക്കുന്ന അവന്റെ സിലിട്ടൺ അതിപ്പോ ഞങ്ങൾ തിരക്കണം പോകും ഇപ്പൊ ഈ പുഴയുടെ അടിയിലൊരു അവസ്ഥ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണല്ലോ, എന്താണ് പുഴയുടെ അടിയിലൊരു അവസ്ഥ? അതിൽ അടിഭാഗത്തില് ഒരുപാട് കല്ല് മണ്ണ് ഞാൻ சொல்லிട്ടുണ്ട് ആ പാറക്കല്ല് പൊട്ടിപ്പോയിട്ടുണ്ട് ഒത്തിരി ആ കല്ല് ഒത്തിരി ഉണ്ട് അതിന് അടിയിൽ നോക്കണ കൈ ഇട്ടിട്ടേ നോക്കണം എണ്ണങ്ങൾ പിന്നെ കൊഞ്ചം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മ ഡ്രഡ്ജർക്കാരൻ്റെ 3 ഡയർ വന്നിട്ടുണ്ട് അത് വേറെ അവർ നോക്കൂ നമ്മളെ മെരിഞ്ഞാൽ കയർ കെട്ടിട്ടുണ്ടല്ലേ ആ ലൊക്കേഷൻ ഇപ്പൊ അതിലെ പൊക്കും ഇപ്പൊ അതിലെ വണ്ടി ഉണ്ട് നോക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മാൽപ്പ പറഞ്ഞതാണ് 3 അമ്മമാരും അതായത് കുടുംബങ്ങളോടും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് മാൽപ്പയുടെ ലക്ഷ്യം. 10 ദിവസം ഇവിടെ ഉണ്ടാകും. അത് തന്നെയല്ലേ നിലപാട്? கண்டிப்பா இப்போ அவள மண்ணு மாட்டான் மினிமம் ஒரு 10 நாள் கண்டிப்பா ஆகும் ആ 10 നാൾ മണ്ണ് എടുത്ത പിന്നെ അടിഭാഗത്തിൽ ഞങ്ങൾ പിന്നെ സ്കൂബഡ ആക്കി നോക്കും എന്ന് പറഞ്ഞ ഏത് ഭാഗത്തിലെ ഒരു പീസ് ഈശ്വർ മൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈശ്വർ മൽപ്പയാണ് ഈ വിഷയത്തിൽ അവിടുത്തെ സ്ഫോടന സാധ്യത പങ്കുവച്ചത്.